ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു രവീന്ദ്ര, നീ ഒരു കാര്യം ദേ സമയം പോകുന്നു, മുഹൂർത്തം വൈകും, നീ ആ ഒരു ഹാരം അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ അച്ചമ്മ പറഞ്ഞു, ചന്ദ്രേ നീ എന്താ മാറി നിൽക്കുന്നത്? ചന്ദ്രേ നീ ഇങ്ങ് വന്നേ. അതെ, ഇത് മാറി നിൽക്കേണ്ട ചടങ്ങൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രൻ ആ ഒരു ഹാരം നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ രേവതി ആ ഹാരം നമ്മുടെ സച്ചിയുടെ കഴുത്തിലേക്ക് ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഹാരമാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് കൊടുത്തു. സച്ചി രേവതിയുടെ കഴുത്തിലേക്ക് ഇടുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു കല്യാണത്തിന് ഹാരം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിടുന്ന പോലെയാണല്ലോ നമുക്കും തോന്നിയത്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. രണ്ടുപേരും സന്തോഷത്തോടെ നല്ല നിറഞ്ഞ മനസ്സോടു കൂടി കണ്ണിൽ നോക്കി ആ ഒരു പ്രണയമൊക്കെ പങ്കുവെച്ച് തന്നെയാണ് മാല പരസ്പരം കൈമാറുന്നത് കേട്ടോ. ഏതായാലും ഹാരം കൈമാറി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, ഇനി വൈകിപ്പിക്കണ്ട കേട്ടോ, ഇനി താലി കെട്ടാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് രവീന്ദ്രൻ ആ താലിമാല അങ്ങോട്ട് കൊടുത്തു. താലിമാല അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഒരു ചെറിയ ചിരിയോടൊക്കെ കൂടി നമ്മുടെ രേവതിയുടെ കഴുത്തിലേക്ക് അത് സന്തോഷത്തോടെ നല്ല നിറഞ്ഞ മനസ്സോടു കൂടി തന്നെ അത് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതി എന്തോ സച്ചിനെ തന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കുകയാണ്. ഒട്ടും പിടിക്കാതെ അവിടെ ഒരാൾ നിൽപ്പുണ്ട്, നമ്മുടെ ചന്ദ്ര. അവിടെ നിൽക്കുന്നതിൽ ചന്ദ്രയുടെ മുഖം മാത്രമാണ് വീർത്ത് എന്താ പറയുക, കടന്നൽ കുത്തി പോലെ ഇരിക്കുക. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ശ്രീകാന്ത് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ സെക്ഷൻ നമ്മുടെ ശ്രീകാന്തിൻ്റെയാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അങ്ങനെ വലിയ സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും വലിയ സന്തോഷമായിട്ട് തന്നെ എല്ലാവരുടെയും മുഖം കാണിക്കുന്നുണ്ട്. എല്ലാവരും ചിരിച്ച് നല്ല നിറഞ്ഞ മനസ്സോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ അച്ചമ്മ പറഞ്ഞു, ഇതേ കല്യാണം പോലെ തന്നെയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സിന്ദൂരം തൊടണമെന്ന് പറഞ്ഞു. നമ്മുടെ സച്ചി അപ്പം തന്നെ എടുത്ത് ഒരു സിന്ദൂരം തൊട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, അതെ എല്ലാവരും മക്കളെ അനുഗ്രഹിക്കണം, അതുകൊണ്ട് ആ പൂവെടുത്ത് രണ്ടുപേരെ അനുഗ്രഹിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രവീന്ദ്രനാണ് ആദ്യം അനുഗ്രഹിച്ചത്. പൂവെടുത്ത് ഇങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ ആശീർവാദം കൊടുത്തു, അനുഗ്രഹിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മാറി നിൽക്കുക. ചന്ദ്രയാണെങ്കിൽ പൂവെടുക്കുകയോ ഇടുകയോ അനുഗ്രഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് അച്ചമ്മയ്ക്ക് ദേഷ്യം വരില്ലേ. അപ്പോൾ അച്ചമ്മ പൂവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മാറി നിൽക്കുന്നത് നമ്മുടെ ചന്ദ്രനെ കണ്ട് അച്ചമ്മ പറഞ്ഞു, ഇതെന്താ ചന്ദ്രേ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഈ ഇരിക്കുന്നത് നിന്റെ മക്കളല്ലേ, നീയും അനുഗ്രഹിക്കണ്ടേ, നീയും എടുത്ത് ആ പൂ അങ്ങോട്ട് ഇടാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. ചന്ദ്രയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ദഹിക്കുകയല്ലോ, അത് വേറെ കാര്യം. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പിന്നെ ഞാനിനി എൻ്റെ അനുഗ്രഹത്തിൻ്റെ കുറവും കൂടെ ഉള്ളോ, ഇവിടെ എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എന്തിനാണ് അനുഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ അമ്മയാ നീ അമ്മ, അത് നീ മറന്നു പോകരുത്, നീ അനുഗ്രഹിക്കണം, നിൻ്റെ അനുഗ്രഹവും ഇവർക്ക് വേണം എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും രണ്ടും കൽപ്പിച്ച് വന്നിട്ട് അവിടെ ഇരുന്ന പൂവെല്ലാം കൂടെ പിറക്കി നമ്മുടെ രേവതിയുടെ സച്ചിയുടെ തലയിലേക്ക് ഇങ്ങനെ എറിയാണ് കേട്ടോ. സച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനെ കണ്ടപ്പം ചിരി വന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി അവിടെ മാറി നിൽക്കുകയാണ്, അതായത് രേവതിയുടെ അമ്മ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു, അതെ ലക്ഷ്മി നീ ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് പൂവിട്. അയ്യോ അത് പിന്നെ അദ്ദേഹം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അനുഗ്രഹിക്കുന്നത്. ഇത് നിൻ്റെ മോളല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ലക്ഷ്മി, നീയും കൂടെ അങ്ങോട്ട് അനുഗ്രഹിച്ച് മനസ്സ് നന്നായാൽ മാത്രം മതി, ആർക്ക് വേണമെങ്കിലും അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ലക്ഷ്മി രേവതിയുടെ അമ്മയും പോയി അനുഗ്രഹിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ രേവതി ഓർത്തത്, അയ്യോ ഇതുവരെ ആദിക്കുട്ടൻ്റെ അമ്മ വന്നില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, അതെ ദേവു നീ ഒരു കാര്യം ചെയ്യുക, നീ പോയി ആദിക്കുട്ടൻ്റെ അമ്മേനെ വിളിച്ചുകൊണ്ട് വരുമോ, അവരറിഞ്ഞു കാണത്തില്ല, പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദേവു മുകളിലേക്ക് പോയിട്ട് പറഞ്ഞു, ആൻറ്റി താഴെ ചടങ്ങ് തുടങ്ങിയിട്ടോ, ആൻറ്റി വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം, ആണോ ചടങ്ങ് തുടങ്ങിയോ? തുടങ്ങി രേവതി ചേച്ചി പറഞ്ഞു ആൻറ്റിയോട് താഴേക്ക് ഇറങ്ങി വരാൻ. ഞാൻ ഇപ്പം വരാം മോളെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ ദേവുവിൻ്റെ പുറകെ ഇറങ്ങി ചെല്ലുകയാണ് ശ്രുതിയുടെ അമ്മ. ഏതായാലും ഇറങ്ങി വന്നതും നമ്മുടെ ശ്രുതി ആ കാഴ്ച കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കിളി പോയി ഞെട്ടി കണ്ണൊക്കെ വെളിയിൽ തള്ളി നിൽക്കുന്ന ഒരവസ്ഥ. എന്താണെന്നൊന്നും പിടികിട്ടുന്നില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ
ശ്രുതിയുടെ അമ്മ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി അവിടെ നിൽക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല ശ്രുതിയുടെ അമ്മയ്ക്ക്, ഇതെന്താ മകൾ ഇവിടെ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ നമ്മുടെ സുധീനെയും കണ്ടു. സുധീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം പിടികിട്ടി. അപ്പോഴാണ് മനസ്സിലായത്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളിവിടെ വന്നിരിക്കുന്നത് ഈ കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ച് വരാൻ പോകുന്നത് എന്നിങ്ങനെ പറയുന്നതല്ല, മനസ്സിൽ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇറങ്ങി വന്നതും മുത്തശ്ശി അച്ചമ്മ പറഞ്ഞു, അതേ താലികെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ, വന്നേ, എന്നിട്ട് രണ്ടുപേരെ ഒന്ന് അനുഗ്രഹിച്ചേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ ഇരുന്ന പൂവെടുത്ത് രണ്ടുപേരുടെയും തലയിലേക്ക് ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് രണ്ടുപേർക്കും ആശീർവാദമൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ലക്ഷ്മിയോട് പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മേ, അച്ഛമ്മയുടെ നാട്ടിൽ പോയപ്പോഴത്തേക്കും ഒരു ആൻറ്റിയെക്കുറിച്ച് ഞാൻ പരിചയപ്പെട്ട ഒരു ആൻറ്റിയെക്കുറിച്ച്, ആൻറ്റി കേട്ടോ ഇത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ഈ ആൻറ്റിയുടെ പേരക്കുട്ടി പറഞ്ഞിട്ടല്ലേ നിന്നെ അന്ന് സച്ചി വന്ന് രക്ഷിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതേ അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അതെ താങ്ക്സ് ഉണ്ട് കേട്ടോ, നന്ദിയുണ്ട് കേട്ടോ, നിങ്ങളുള്ളത് കൊണ്ടാണല്ലോ ഇപ്പം എൻ്റെ മകളിപ്പം ഇവിടെ ഉള്ളത്. എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് പോലും പങ്കെടുക്കാൻ പറ്റിയത് നിങ്ങളും നിങ്ങളുടെ മകനും ഒക്കെ ഉള്ളത് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ അമ്മ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ, ശ്രുതിയുടെ അമ്മ നിന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതെ കുഞ്ഞ് മുകളിൽ കിടന്നുറങ്ങുകയാണ്, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, അവൻ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കും എന്ന് പറഞ്ഞ് അവിടുന്ന് പതുക്കെ ഒഴിവാകുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ കയറി പോകുന്നത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിയും പറഞ്ഞു ചന്ദ്രയോട്, അമ്മ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങ് മാറി. വേറെ എങ്ങോട്ടേക്കും അല്ല മാറിയത്, നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് ചെന്നത്. അങ്ങനെ ശ്രുതിയുടെ അമ്മ വന്നിങ്ങനെ വാതിലടയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതി കയറി വന്നു. അയ്യോ കല്യാണി, എന്താ കല്യാണി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും എന്താ ഇവിടെ, അതൊന്ന് പറ, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയല്ലേ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങിയത്, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ മോളെ മനഃപൂർവ്വമല്ല, എൻ്റെ പൊന്ന് അമ്മ, കുഞ്ഞങ്ങാണ് ഉണർന്നു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു, അതമ്മ ഓർത്തോ എന്നിങ്ങനെ പറഞ്ഞിട്ട്, അതെ അമ്മ ഇങ്ങോട്ട് വന്നേ, ഇവിടെ നിന്ന് സംസാരിച്ച് ശരിയാവില്ലെന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ട് വീടിൻ്റെ അതായത് പുറകുവശത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ചൊരു പെൺകുട്ടീനെ പരിചയപ്പെട്ടെന്ന്, അത് രേവതിയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ രേവതിയെ ഞങ്ങൾ കണ്ടു റോഡിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നും പിന്നൊന്നും നോക്കാതെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ രേവതിയും ആദിയും നല്ല കൂട്ടാ, അന്ന് ആദീനെ പിടിച്ചു മാറ്റിയത് രേവതിയാ എൻ്റെ മോനെ രക്ഷിച്ചത്. വഴി വെച്ച് കണ്ടപ്പോൾ അവളുടെ താലികെട്ടി ചടങ്ങിന് വരണം എന്നൊക്കെ പറഞ്ഞു, വരത്തില്ലെന്ന് പറയാൻ ഞാൻ അതെനിക്ക് പറ്റുമോ? സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് വരാതിരിക്കുക? അമ്മേ വരരുതായിരുന്നു. എന്തിനിങ്ങോട്ട് എഴുന്നള്ളി വന്നു? അല്ല ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും അവളോട് പറഞ്ഞോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ വീട്ടിലെ പയ്യനാണ് നിന്നെ കിട്ടുന്നതെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? എനിക്കറിയായിരുന്നോ? എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ മോളെ എനിക്ക് മനസ്സിലായത്. ഏതായാലും ഞാനൊരു കാര്യം പറയാം, നല്ല കുടുംബക്കാരാ, നല്ല കുടുംബം, അതുമല്ല ചെറുക്കൻ നല്ല ചെറുക്കനാ, കാണാനും കൊള്ളാം. നീ ഒരു കാര്യം ചെയ്യുക, അവരോട് സത്യം തുറന്ന് പറയുക, വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. ഒരു കാര്യം ചെയ്യുക, അമ്മ എന്നെ കൊല്ല്, എന്നിട്ട് ചെന്ന് പറ. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനേ വളരെ കഷ്ടപ്പെട്ടിട്ടാ ഇങ്ങനൊരു ബന്ധം ഉണ്ടാക്കി എടുത്തത്, അത് ദയവ് ചെയ്ത് ഇല്ലാതാക്കരുത്. എത്ര സന്തോഷത്തോടു കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നറിയാമോ? ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ, സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുക. ഇന്നവരെല്ലാം അറിയും, അതിനാ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിങ്ങൾ എൻ്റെ തള്ളയാണോ എന്ന് ഓർത്തിട്ടെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പേടിയാവുക. എൻ്റെ മോളെ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കി. നീ എത്ര നാൾ നീ ഇങ്ങനെ ഭയന്ന് കഴിയും? അവരോട് പറഞ്ഞില്ലെങ്കിൽ ഇത് ലാസ്റ്റ് വലിയ പ്രശ്നമാവില്ലേ? നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എൻ്റെ ജീവിതം തൊലച്ചത് നിങ്ങളാ. ഇനി ഈ ജീവിതവും കൂടെ തൊലയ്ക്കാൻ പോവാണോ? ഒരു വിധവ ഞാൻ കര കയറി ഇവിടെ വരെ എത്തിയത്. പുതിയ ജീവിതം ഞാൻ സ്വപ്നം കാണുക, അതിൻ്റെ ഇടയിൽ വീണ്ടും വന്നിരിക്കുക എന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മോളെ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നീയും ആദ്യം മാത്രമല്ലേ ഉള്ളൂ. മോളുടെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. അതാ ഞാൻ സത്യം തുറന്ന് പറയാൻ വേണ്ടി പറയുന്നത്. അത് നീ ഒന്ന് പറയ് മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്നോട് സ്നേഹം ഉണ്ടെങ്കിലേ ഇപ്പം ഈ നിമിഷം ഈ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ നിന്ന് പോകുക ചെയ്യേണ്ടത്. അത് ചെയ്യാദ്യം, അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കാരണം ഈ വിവാഹം അങ്ങനെ മുടങ്ങിയാൽ ഈ ജന്മം ഈ ശ്രുതിനെ നിങ്ങൾ കാണില്ല. എനിക്ക് നല്ലത്
വരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീട്ടിൽ നിന്ന് പോയി താ. അതാ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ മകളാണെന്നുള്ള പരിഗണനയാണ് അതെങ്കിലും എനിക്ക് താ. എനിക്ക് ജീവിക്കണം, എനിക്ക് ഒരു ജീവിതം മുന്നിൽ നിൽക്കുക. ആ ജീവിതം അറിഞ്ഞുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു, കല്യാണി ഞാൻ പൊക്കോളാം കല്യാണി, ഞാൻ മോനെ എണീപ്പിച്ചോ എടുത്തുകൊണ്ട് പൊക്കോളാം. മോനെ എണീപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എണീപ്പിക്കാതെ പതിയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പൊക്കോണം. അവൻ ഉണർന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് പിന്നെ രേവതി ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറയും. ഭക്ഷണം കഴിക്കാതെ പോയാൽ അവൾക്ക് എന്ത് തോന്നും? നിങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പെട്ടെന്ന് ഇറങ്ങി പോകുമ്പം എന്തെങ്കിലും സംശയം തോന്നില്ലേ? അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഞാനങ്ങ് പൊക്കോളാം. ഞാൻ കാരണം ഒരിക്കലും മോളെ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിൻ്റെ കല്യാണം മുടങ്ങില്ല മോളെ. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പൊക്കോളാം. അതുമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ മോള് പോകല്ലേ, മോളെ ഒന്ന് ഉണർത്തി മോനോടൊന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ട് പോകത്തില്ലേ? എന്താ അമ്മ ഇത്? വേഗം അവനെയും കൂട്ടി ഇവിടുന്ന് പോകാൻ നോക്ക്. അവൻ ഉണരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങാൻ നോക്കുക ചെയ്യേണ്ടത്. അല്ലാതെ ഇനി അവനെ ഉണർത്തി അവനെ ഞാൻ താരാട്ട് പാട്ട് പാടി ഇനി ഉറക്കാൻ ഞാൻ പറഞ്ഞു അവനെയും കൂട്ടി ഇവിടുന്ന് വേഗം പൊക്കോടെന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി കേട്ടോ. ഏതായാലും ഈ സമയത്ത് ആ അമ്മ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ഏതായാലും ശ്രുതി ആ കുഞ്ഞിൻ്റെ മുഖത്തൊന്നും നോക്കുന്നത് പോലുമില്ല. കാരണം ശ്രുതിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ അതോ ശ്രുതിയുടെ സാഹചര്യം കൊണ്ടാണോ ഒന്നും അറിയാൻ പറ്റില്ലാത്തൊരവസ്ഥ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് ശ്രുതിയുടെ അമ്മ അവിടെ ഇരിക്കുന്നത്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ശ്രുതി താഴെ നിന്നിട്ട് ഇതെന്ത് ശ്രുതി എവിടെ പോയതാ, ശ്രുതിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പുക അങ്ങോട്ടും ഇങ്ങോട്ടും. അവളിനി പോയോ എന്നാ ഒരു ഇതൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ തപ്പുക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മേളിൽ നിന്ന് പതുക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ. പതുക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി നീ എവിടെ പോയതാ? അത് പിന്നെ ഞാൻ വാഷ്റൂം വരെ പോയതാ എന്നിങ്ങനെ പറഞ്ഞു. അല്ല, തനിക്ക് വന്ന ആ സന്തോഷമില്ലല്ലോ? അതെ, എനിക്ക് ചെറിയൊരു തലവേദന. അല്ല, ചായ വല്ലതും വേണോ? വേണ്ട ശ്രുതി, ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും കുട്ടിയും കൂടെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, ഇതെന്താ ശ്രുതി രണ്ടുപേരെ അനുഗ്രഹിക്കാത്തത്? രണ്ടുപേരെ അനുഗ്രഹിക്ക് ചന്ദ്രേ, അവളോട് വിളിച്ചിട്ട് രണ്ടുപേരെ അനുഗ്രഹിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി മോളെ വന്നേ, നീ ഈ വീട്ടിലെ ഒരാളല്ലേ, നീ അവരെ അനുഗ്രഹിക്കുക എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ശ്രുതി അനുഗ്രഹിക്കാൻ ചെന്നു കേട്ടോ. അനുഗ്രഹിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, നീ അനുഗ്രഹിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അവൻ്റെ കെട്ടിയോളാകുന്ന വകയിലൊന്നും ആവണ്ട, അത് നടക്കോ ഇല്ലയോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറഞ്ഞു, എടാ സച്ചി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നല്ലൊരു ദിവസമായിട്ട് അവൻ്റെ ഒരു കണ വർത്താനം എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രുതി അവിടുത്തെ പൂവെടുത്തിട്ട് രണ്ടുപേരെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ. പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും ഇരുന്ന് ഫോട്ടോ എടുത്ത് കൂട്ടുകയാണ് കേട്ടോ. അങ്ങോട്ടിരിക്കൂ ഇങ്ങോട്ടിരിക്കൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ അടുത്തിരുന്നവർ പറയുന്നുണ്ട് കേട്ടോ, ഏതായാലും ഇത് കഴിഞ്ഞ വിവാഹത്തെ പോലെയൊന്നുമല്ല, ഈ വിവാഹത്തിന് സച്ചിയുടെ മുഖം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്, ചുമന്ന് തുടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ മേളിൽ നിൽക്കുകയാണ്. മേളിൽ ഇങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇങ്ങോട്ടേക്ക് വരണോ വേണ്ടയോ, വന്നു കഴിഞ്ഞ് പോകുവാണെങ്കിൽ രേവതി ചോദിക്കൂലോ എന്തിനാ പോകുന്നതെന്ന്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രുതിയുടെ അമ്മയ്ക്ക്. അങ്ങനെ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് എടുത്ത ഫോട്ടോയൊക്കെ ദേവുവിനെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ദേവ് പറഞ്ഞു, അല്ല ശ്രീകാന്തേ, നിൻ്റെ പ്രണയിനീനെ കാണിച്ചില്ലല്ലോ, നിൻ്റെ പ്രണയിനി ഉണ്ടല്ലോ, നിൻ്റെ ഫേവറേറ്റ് കസ്റ്റമർ. പ്രണയിനിയോ? അതെൻ്റെ പ്രണയിനിയൊന്നും അല്ലെന്നേ. അത് കള്ളം, നിങ്ങൾ തമ്മിൽ പ്രണയത്തില്ല, എനിക്കത് നന്നായിട്ട് അറിയാം. പിന്നെ നമുക്കൊന്ന് അവളെ വിളിച്ചാലോ? നീ ആ ഫോണിങ്ങിതാ. അതൊന്നും വേണ്ട, ഞാൻ വിളിക്കാന്നേ എന്നൊക്കെ പറഞ്ഞ് കയ്യിലൊക്കെ പിടിച്ചാട്ടോ ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ തരാൻ പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ ഫോൺ ഇങ്ങനെ പിടിച്ചു മേടിക്കുക നമ്മുടെ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്ന്. ഇത് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് സഹിക്കുമോ? ചന്ദ്ര അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു ചന്ദ്രയ്ക്ക്. എന്നിട്ട് പറഞ്ഞു, എടി എന്താടി കാണിക്കുന്നത്? നീ എന്താ
പോയി നിൻ്റെ ചേച്ചിയുടെ അടുത്ത് നിൽക്കുക, അല്ലാതെ കണ്ട ആണുങ്ങളുടെ അടുത്തല്ല നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു. നിന്നോട് പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. പാവം നമ്മുടെ ദേവുവിന് എന്തോ പോലെയായി. ദേവു അവിടെ നിന്ന് മാറിപ്പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എപ്പോൾ നോക്കിയാലും ഒരുമിച്ചാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല ശ്രീകാന്തേ, മര്യാദയ്ക്ക് മാറിപ്പോകുന്നുണ്ടോ? ഒരെണ്ണം ഇങ്ങോട്ട് കയറി വന്നതിൻ്റെ അനിഷ്ടം ഇതുവരെ തീർന്നില്ല, എന്നിട്ട് ഇപ്പോൾ അടുത്തതുമായിട്ട് കിന്നരിച്ചുകൊണ്ട് നിൽക്കുക, മര്യാദയ്ക്ക് ഇരുന്നോളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീയും അങ്ങ് പോയിട്ടോ. പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ തന്നെയാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മ ഭയങ്കരമായിട്ട് വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇനിയിപ്പം ഇവരോട് പറയാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നല്ലൊരു ദിവസമല്ലേ, രേവതിയോട് പറഞ്ഞിട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞ് രേവതിയോട് പറയാൻ ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ ആ മേളിലത്തെ നിലയിൽ നിന്ന് പതിയെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ രേവതി മോളെ ഞാൻ ഇറങ്ങുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതെന്താ അമ്മ എന്തിനാ അമ്മേ ഇപ്പം പോകുന്നത്, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അയ്യോ അതൊന്നും വേണ്ട മോളെ, എനിക്ക് വീട്ടിലെത്തിയിട്ട് അത്യാവശ്യമുണ്ട്, ഞാൻ പിന്നെ ഭക്ഷണം കഴിച്ചല്ലോ, ഞാൻ മോന് കൊടുത്തപ്പോഴത്തേക്കും കഴിച്ചായിരുന്നു. അല്ല ആൻറ്റി ആദ്യം ഉറങ്ങല്ലേ? അത് കുഴപ്പമില്ല, ആദ്യം ഉറങ്ങിക്കോട്ടെ, ഞാൻ അവനെ എടുത്തോണ്ട് പോക്കോളാം. അല്ല സച്ചി ഇറങ്ങുകയാണ് കേട്ടോ, ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു, ധൃതിയാണെങ്കിൽ ആൻറ്റി പൊക്കോ, കുഴപ്പമില്ല, ഞങ്ങൾ തടയുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, ദേ നിങ്ങൾ വന്നതിൽ ഏറെ സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളുടെ പേരക്കുട്ടി കാരണമാണ് എൻ്റെ മകളിപ്പം ജീവനോടെ ഇരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ആദി ഉണരുകയാണ്. ആദി ഉണർന്നു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവം, അവിടെ അടുത്ത് ആരെയും കാണുന്നില്ല. ആദ്യം എന്ത് ചെയ്യും? ആദ്യം നേരെ താഴേക്ക് ഇറങ്ങി പോകും, അത് ഉറപ്പാണ്. കുട്ടി എണീറ്റു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരെയും കണ്ടില്ല. കുട്ടി നേരെ താഴേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ കുട്ടി പതിയെ പതിയെ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു കുട്ടിയുടെ കല്യാണി ആൻറ്റി. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കുട്ടി പതുക്കെ ഇറങ്ങി വന്ന് നമ്മുടെ ശ്രുതിനെ കണ്ടതും ആൻറ്റി എന്നൊരു വിളി. ഈ വിളിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും ഞടുങ്ങിപ്പോയി. നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് നോക്കി തന്നെയാണ് വിളിച്ചിരിക്കുന്നത് കുട്ടി ആൻറ്റീന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം വരുമല്ലോ, ഇതെങ്ങനെയായിരിക്കും ശ്രുതിയുമായിട്ട് പരിചയം എന്ന ആ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതും കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വല്ലാണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നു. അതുപോലെ ശ്രുതിയുടെ അമ്മയും വല്ലാണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നു. കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞ് വള്ളിക്ക് സാവുമോ എന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനിയിപ്പോൾ ശ്രുതിയുടെ മകൻ കണ്ടുപിടിക്കുമോ, ശ്രുതിയുടെ മകൻ കാരണം നമ്മുടെ ശ്രുതിക്ക് ഈ വിവാഹം നടക്കാതെ ഇരിക്കുമോ എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ കൊണ്ട് അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ വ്ളോഗൊക്കെയാണ് അതിൽ ചെയ്യുന്നത്, അതുപോലെ ഷോർട്ട് വീഡിയോസ്, പിന്നെ നമ്മൾ ലൈവിൽ ഇന്ന് 9 മണിക്ക് വരാറുണ്ട്. അപ്പം നമ്മളോട് സംസാരിക്കാനും നമ്മളെ കാണാനും ഒക്കെ ആഗ്രഹമുള്ളവർ ലൈവിൽ വരണം കേട്ടോ. ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.